ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റമാണ്. നമ്മൾ ഒത്തിരി നാളായില്ലേ ഫിഷിൻ്റെ ഐറ്റം ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട അടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പം നമ്മൾ ഫിഷിൻ്റെ ഐറ്റം ഇട്ടത് ഒത്തിരി നാളായി. നമ്മുടെ തുടക്കകാലത്തിട്ട റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നമ്മുടെ പഴയ വീഡിയോയും കണ്ട് അതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതിൻ്റെ അഭിപ്രായം അറിയിക്കുകയൊക്കെ ചെയ്യണം. അപ്പം നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ. അപ്പോൾ നിങ്ങളോടുള്ള നന്ദി വാക്കുകൾ ഒതുക്കാവുന്ന ഒന്നല്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നല്ലേ, ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ മത്തി കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ ഈ മത്തി വെച്ചിട്ട്, അതായത് എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന മത്തി, അപ്പോൾ നമുക്ക് ഈ മത്തി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം. എന്താണെന്നല്ലേ, വേറൊന്നുമില്ല, നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കാവുന്ന ഒരു വിഭവം എന്തുവാ, ചമ്മന്തി. എല്ലാവരും ചമ്മന്തി ഉണ്ടാക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ മത്തി വെച്ചിട്ടൊരു നല്ല ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ നിങ്ങളും പോരും. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ചെറിയ മത്തി തന്നെയാണ്. അതാവുമ്പോൾ പിന്നെ അതിനകത്തൊന്നും കളയാനൊന്നുമില്ല. വലിയ മത്തിയാണെങ്കിൽ നമുക്കിത് ചെയ്യാം, പക്ഷെ അത് നമ്മൾ പൊളിച്ചൊക്കെ എടുക്കണം, മുള്ളൊക്കെ മാറ്റിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഏത് മീനിൽ വേണേലും നമുക്കിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പം ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ചെറുതാണെങ്കിലും നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് വരഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ. നമുക്കൊന്ന് വരഞ്ഞെടുത്തിട്ട് വരാം. ഒരുപാട് അടുപ്പിച്ച് വരയണമെന്നൊന്നുമില്ല. എന്നാലും നമുക്കിതിനകത്തേക്ക് നമ്മൾ മസാല ഒന്ന് പുരട്ടുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് പിടിക്കണം. അതിനു വേണ്ടി ഒന്ന് വരഞ്ഞെടുക്കുക. നമ്മളിതേ നമ്മുടെ മത്തി എല്ലാം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണം. ആവശ്യമായ ഉപ്പും ചേർത്ത് ഒരു ലേശം വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. പ്രത്യേകിച്ച് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണമെന്നില്ല. നമ്മുടെ ആ മീനിൻ്റെ ഈർപ്പം ഉണ്ടല്ലോ, അത് തന്നെ ഇതിന് മതിയാവും. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് തിരുമ്മി പിടിപ്പിക്കാം. നമ്മളിതേ മത്തിയെല്ലാം മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി നമ്മുടെ ഈ മത്തി ഇപ്പം അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതായത് നമുക്ക് ഈ മത്തി ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറുത്തെടുക്കാൻ സൗകര്യം എന്താണോ അതിലേക്ക് നമുക്ക് നമ്മുടെ മത്തി ഒന്ന് നിരത്തി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ എണ്ണ വളരെ കുറച്ച് മതിയാവും. നമ്മുടെ എണ്ണ എല്ലാം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മത്തി ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മുടെ മത്തി വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് വടി കണക്ക് മൂപ്പിച്ചെടുക്കരുത്. എന്നാൽ നമുക്കിത് മൂക്കുകയും വേണം, ഒരു ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടാവണം. വടി കണക്കായി കഴിഞ്ഞാൽ നമുക്കിതിന് പറ്റത്തില്ലെന്നല്ല, ആ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഇതേ നമ്മുടെ മത്തി നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഒത്തിരി വടി പോലെയൊന്നും ആക്കിയിട്ടില്ല. ഒരുപാട് വടി പോലെ ആക്കേണ്ട ആവശ്യമില്ല. അതായത് ഒത്തിരി മൂത്ത് പോകണ്ടെന്നാണ് അതിനർത്ഥം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി അഥവാ പിഴുപുളി നമുക്ക് ചെറുതായിട്ട് ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട്
ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. നമ്മളത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത്, ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് നമ്മുടെ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു 1/4 ടീസ്പൂൺ താഴെ കുരുമുളക് പൊടി, 1 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ്. അതായത് നമ്മൾ മീനിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം അത് കണക്കാക്കി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനില്ലേ അത് ചേർത്ത് കൊടുക്കാം. ചെറിയ മീനായതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലൊന്നും കളയാനില്ല. നമ്മൾ ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊളിച്ചങ്ങനെ മെനക്കെടേണ്ട കാര്യമില്ല. അപ്പോൾ ദേ നമ്മുടെ ചമ്മന്തിയൊക്കെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. നമ്മളിതേ നമ്മുടെ മത്തി വറുത്തെടുത്ത പാനില്ലേ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത മത്തി നമ്മൾ പൊടിച്ചെടുത്തില്ലേ, തേങ്ങയും ചേർത്ത് പൊടിച്ചെടുത്ത കൂട്ട് നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാനിനകത്തേക്ക് ഇട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അതായത് നമ്മൾ ഇതിനകത്ത് പച്ച തേങ്ങയിലേക്കല്ലേ നമ്മൾ മത്തി ചേർത്ത് അരച്ചെടുത്തത്. മത്തിയുടെ മുള്ളൊന്നും ഇതിന് കാണത്തില്ല. ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ മുള്ളൊന്നും ഒരു പ്രശ്നക്കാരനല്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ 1 തണ്ട് വേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. വേപ്പില ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ഇതിനകത്ത് എണ്ണ ചേർക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് തോർത്തിയെടുത്താൽ മതിയാവും. അതേ നമ്മുടെ മത്തി ചമ്മന്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഉണ്ട കിട്ടിയ പോലെ ഇങ്ങനെ കിടക്കും. അത് നമ്മളൊന്ന് ഇങ്ങനെ ചിക്കുമ്പോൾ തന്നെ അത് വിട്ട് വന്നോളും. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് മത്തി വെച്ചുണ്ടാക്കിയതാണെന്ന് പറയത്തേയില്ല. നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് പറയുന്നല്ല കേട്ടോ, ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മത്തി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.